Align Water presents Green Farm Arabian Kitchen Magic, hosted by Grandmart Hypermarket and powered by Feltron Electronics and Home Appliances and Hot Pack-ലേക്ക് സ്വാഗതം. Arabian Kitchen Magic. ഏതൊരു കലയും പോലെ തന്നെ വ്യത്യസ്തമായ ഒരു കലയാണ് പാചകകലയും. പാചകം എന്ന് പറഞ്ഞാൽ ശരിക്കും വളരെ നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. ഒരു വീട്ടമ്മ വീട്ടിൽ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അതിലൊരു കലയുണ്ട്. കാര്യം അതിൽ സ്നേഹം എന്ന് പറയുന്ന ഒരു ചേരുവ കൂടുതലായിട്ട് ചേർക്കുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഹോട്ടൽ ഫുഡിനെക്കാട്ടിലും വീട്ടിലെ ആഹാരത്തിനോട് നമുക്കൊരു പ്രത്യേക സ്നേഹവും മമതയും. വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന, വീട്ടിൽ നിന്നും ദൂരെ പോയി പഠിക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികളാണെങ്കിലും വീട്ടിൽ അമ്മയുടെ ആഹാരം കഴിക്കാനായിട്ട് എത്ര ആഗ്രഹത്തോടെയാണ് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ വീട് വിട്ടു നിൽക്കുന്ന വീട്ടിലെ ഗൃഹനാഥനാണെങ്കിലും തിരിച്ചു വന്നിട്ട് ഭാര്യയുടെ കയ്യിൽ നിന്നും ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ ഒരു വീട്ടമ്മയുടെ കൈപുണ്യം എന്ന് പറയുന്നത് അവരുടെ സ്നേഹവും കൂടിയാണ്. എന്തായാലും നമ്മളുടെ അറേബ്യൻ കിച്ചൺ മാജിക്കിലാണെങ്കിലും വീട്ടമ്മമാർ തന്നെയാണ് വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു സ്നേഹത്തിൻ്റെ അംശവും കൂടിയുണ്ട്. എന്തായാലും നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് റൗണ്ട് ഓഫ് മത്സരത്തിൽ വ്യത്യസ്തമായ സ്നാക്ക് റൗണ്ടാണ്, മിഡിൽ ഈസ്റ്റ് വിഭവങ്ങളാണ്. അവർക്കത്ര പരിചിതമായ ഒരു മേഖലയല്ല, എങ്കിൽ പോലും സ്നേഹം കൊണ്ട് നമ്മളെ എല്ലാവരെയും അവർ കീഴടക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മറ്റൊരു എപ്പിസോഡ് നമ്മൾ തുടങ്ങാൻ പോകുന്നു. വ്യത്യസ്തമായ വിഭവങ്ങളുമായി 2 കണ്ടസ്റ്റൻസ് നിങ്ങളുടെ മുന്നിലെത്തുന്നു. അപ്പോൾ കാണുക, ആസ്വദിക്കുക. എൻ്റെ പേര് സഫീന, ഞാൻ ഷാർജയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഫലാഫിലാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ചിക്ക് പീസ് വെള്ളത്തിൽ കുതിർത്തത്, ഓൾ മല്ലി, ലൈം, ഓണിയൻ, പാഴ്സലി, ഗാർലിക്, ബ്ലാക്ക് പെപ്പർ പൗഡർ, കൊമിൻ പൗഡർ, സോൾട്ട് എന്നിവ മിക്സ് ചെയ്ത് നല്ലോണം ഗ്രൈൻഡ് ചെയ്ത് അരച്ചെടുക്കുക. അത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ച് ഞാൻ ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ പോകുന്നതാണ്. ഞാൻ രണ്ടാമത്തെ ഡിഷായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സംബൂസയാണ്. അതിൻ്റെ ഫില്ലിങ് ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആദ്യം ഡോ കുഴച്ചിട്ട് വെക്കുക. അത് ഓൾറെഡി ഞാൻ മൈദയിൽ ഉപ്പ്, കുറച്ച് ഓയിൽ, ബേക്കിംഗ് പൗഡർ എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് നല്ലോണം കുഴച്ച് വെക്കുക. അത് ഓൾറെഡി ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. പാനിൽ ആദ്യം ഓയിൽ ഒഴിക്കുക. ചിക്കനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് അതിലേക്ക് ചോപ്പ് ചെയ്ത ഗാർലിക്, ഓണിയൻ, ആവശ്യത്തിനുള്ള ഉപ്പ്, പെപ്പർ പൗഡർ, അതിൽ ടർമറിക് യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് അറബിക് മസാല ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കും. ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക, ചെറിയ സ്ലിം തീയിലേക്ക്. ഈ ഫില്ലിങ് ആയിട്ടുണ്ട്. അത് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് പാഴ്സ്ലി ലീവ്സ് കട്ട് ചെയ്തത് മിക്സ് ചെയ്യുക. ഞാൻ സമൂസ ഉണ്ടാക്കാൻ വേണ്ടി ഡോ ഒന്ന് പരത്തിയെടുക്കാം. വട്ടത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. ഷേപ്പിൽ മടക്കിയെടുക്കുക. മടക്കിയെടുത്ത് അറ്റങ്ങൾ ഫോർക്ക് കൊണ്ട് നന്നായി പ്രസ് ചെയ്യുക. അതേപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുക.
ഞാൻ മിക്സ് ചെയ്ത ഫലാഫിൽ മിക്സ് ഫ്രൈ ചെയ്യാൻ എണ്ണയിലേക്ക് ഇടുകയാണ്. ഞാൻ ഫലാഫില ഇപ്പോൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ചെറിയ തീയിൽ നല്ലോണം ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഹലോ സഫീന. ഹായ്. ജോലി തിരക്കാണ് അല്ലേ? അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ ആയി. ഒരു ഐറ്റം ഓൾറെഡി ആയി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റേത് സ്റ്റഫിംഗ് എല്ലാം വെച്ച് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഒന്ന് ഫലാഫിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും അത് തന്നെയാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഒന്ന് സംബൂസ, അറബിക് സ്റ്റൈൽ സംബൂസ. ഓക്കെ. സ്റ്റഫിംഗ് എന്താ? സ്റ്റഫിംഗ് ചിക്കൻ. പിന്നെ ഒരു അറബിക് ഫ്രൈഡ് മാക്രോൺ, അത് സ്വീറ്റാണ്. ഫ്രൈഡ് മാക്രോൺ ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ കോമൺ ആണ്. അല്ലാണ്ട് സ്പെസിഫിക് ആയിട്ട് ഒരു മിഡിൽ ഈസ്റ്റ് സ്വീറ്റ്സ് അല്ലെങ്കിൽ അറബിക് സ്വീറ്റ്സ് അല്ലെങ്കിൽ സ്നാക്ക് എങ്ങനെയാ അത് റെഫറൻസ് കാര്യങ്ങളൊക്കെ? പലതും റെഫറൻസ് ചെയ്യാറുണ്ട്, പലതും ഉണ്ടാക്കി നോക്കാറുണ്ട് അല്ലേ? സാധാരണയായിട്ട് അല്ലെങ്കിലും ചെയ്യാറുണ്ട് അല്ലേ? എക്സ്പീരിയൻസ്. എവിടെയാണ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര കാലമായി? ഇപ്പം വന്നിട്ട് 2 വർഷമായി. നാട്ടിലാണ്, ഞാൻ മാഹിയിലാണ്. എവിടെയാണ് നാട്? എവിടെ? മാഹിയിൽ. മാഹി. നിങ്ങളോട് ഒരിക്കൽ ഒരു പ്രാവശ്യം കുക്ക് ചെയ്ത് ഞാനവിടെ വന്നിട്ടുണ്ടോ? മാഹിയില് വീട്ടില്. ഏത് മറ്റേ ചട്ടിപ്പത്തിരി ആ ആള് തന്നെയല്ലേ? എനിക്ക് അതാണ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയില്ല. ഓ, വീട്ടിൽ വന്ന് ചെയ്തു. അപ്പൊ അന്ന് അവിടെ ആയിരുന്നല്ലോ അല്ലേ? ഇപ്പൊ എന്താ ഇങ്ങോട്ട് വന്ന? ഇപ്പൊ എത്ര സെറ്റിൽ ചെയ്തു? അന്ന് അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുമായിരുന്നോ? ഹസ്ബൻഡ്. ഇപ്പൊ ഓർമ്മ വന്നു, ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ആണല്ലോ നമ്മളവിടെ പരിചയപ്പെടുത്തിയത്. അതെ അതെ അതെ. മാഹി ഒരു നല്ല സ്ഥലമാണ്, വലിയ ഇഷ്ടമാണ്. അപ്പൊ ഇപ്പൊ കൂടുതൽ അറബിക് കാര്യങ്ങളും ഒക്കെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാടൻ തലശ്ശേരി മാഹി വിഭവങ്ങളെല്ലാം വിട്ടിട്ട് കൂടുതൽ കാര്യങ്ങൾ. എന്തായാലും നന്നായി. അപ്പൊ ഒരു സമയം കുറവൊന്നും ഇല്ലല്ലോ? 1.5 മണിക്കൂർ കൊണ്ട് അല്ലേ? ആവശ്യത്തിന് സമയം വലിയ കുഴപ്പമില്ല, ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ എന്താ പറയാ, സ്നാക്സ് ഉണ്ടാക്കാൻ ഒരു പ്രത്യേക വൈഭവം ഉണ്ടാവുമല്ലോ. കാര്യം ഇപ്പോൾ ഈ നോമ്പ് സമയത്തും ഒക്കെ ചെയ്യുന്നതല്ലേ? അല്ലേ? എനിവേ, സന്തോഷം. ഫലാഫിൽ റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്തത് എണ്ണയിൽ നിന്നും കോരും മാറ്റി വെക്കും. ഞാൻ രണ്ടാമത്തെ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് സമൂസയാണ്. അതിവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫില്ലിങ് ചിക്കനാണ്. അത് ഞാൻ ഫ്രൈ ചെയ്യാൻ പോകുന്ന എണ്ണയിൽ, ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചെറിയ തീയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റി വെക്കുക. മൂന്നാമത്തെ ഡിഷായ ഒരു അറബിക് ഫ്രൈഡ് മാക്രോൺ ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: മൈദ 1 കപ്പ്, അറബിക് ഫ്രൈഡ് മാക്രോൺ അതിനാവശ്യമായിട്ടുള്ള മൈദ 1 കപ്പ്, 1/3 റവ, ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/3 ബട്ടർ, 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്. ഇത് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ച് ചെയ്യും. മൂന്നാമത്തെ ഡിഷായ ഒരു അറേബ്യൻ ഫ്രൈഡ് മാക്രോണാണ് ഉണ്ടാക്കുന്നത്. അത് ഈ ഷേപ്പിൽ ഉരുട്ടി വിരലിൻ്റെ ആകൃതിയിലാക്കി ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുക. ചെറിയ തീയിൽ ഫ്രൈ ചെയ്ത്
ഈ ഫ്രൈ ചെയ്ത മാക്രോൺ ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇത് ഷുഗർ സിറപ്പാണ്, വെറും പഞ്ചസാരയും വെള്ളവും മാത്രം വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പാണ്. അറബിക് ഫ്രൈഡ് മാക്രോൺ ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ എണ്ണയിൽ നിന്ന് എടുക്കുകയാണ്. ഈ ഫ്രൈ ചെയ്ത മാക്രോൺ ഷുഗർ സിറപ്പിലേക്ക് ഡിപ്പ് ചെയ്തിടുക. ഫലാഫിലിന് വേണ്ടിയിട്ട് ഞാനൊരു ഡിപ്പ് ഉണ്ടാക്കുകയാണ്. അതിൽ ഗാർലിക്, കുറച്ച് തഹീനി പേസ്റ്റ്, ലെമൺ ജ്യൂസ്, കുറച്ച് ഒലീവ് ഓയിൽ നല്ലോണം മിക്സ് ചെയ്ത് ഇത് തന്നെയാണ് ഡിപ്പ്. ഞാൻ ഉണ്ടാക്കിയത് ഫലാഫിലാണ്. ഇതിൻ്റെ ചേരുവകൾ വെള്ളക്കടല പൊതിർത്തിയതും, വെളുത്തുള്ളി, പാഴ്സലി, ഒണിയൻ, ബ്ലാക്ക് പെപ്പർ, കുമിൻ സീഡ്, കൊറിയാണ്ടർ ഹോൾ, ഉപ്പ്, ആവശ്യത്തിന് ലൈം ജ്യൂസ് എല്ലാം മിക്സ് ചെയ്ത് അരച്ചതാണ്. അത് ഞാനിവിടെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തതാണ്. ഞാനിപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നതാണ്. സഫീന എല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു. എല്ലാം കറക്റ്റ് ടൈമിന്. ആ, ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് സത്യം. ഇതെന്താ ഇതാ സ്വീറ്റ് പറഞ്ഞത്? ആ, സ്വീറ്റ്. ഇത് ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തു. അവരുടെ പേര് ഇത് ഇവർ ഇതിൽ പറയുന്നത് എങ്ങനെയാണ്? അറബിക് ഫ്രൈഡ് മാക്രോൺ. ഫ്രൈഡ് മാക്രോൺ. ഓക്കെ, ഫ്രൈഡ് മാക്രോൺ. കറക്റ്റ് ഒരു കളറിൽ വന്നിട്ടുണ്ട്. കറക്റ്റ് സ്ലോ ഫയറിൽ തന്നെയാണോ വറുത്തത്? നന്നായിട്ട്. ഡിപ്പ് തഹീന, ഗാർലിക്, ഒലീവ് ഓയിൽ, ലെമൺ ജ്യൂസ് വെച്ചിട്ടുള്ളൊരു ഡിപ്പ്. അപ്പോൾ കറക്റ്റായിട്ട് അത് ചെയ്തു. പിന്നെന്തായിരുന്നു ഒരു ഐറ്റം? സംബൂസ. അത് എടുത്ത് വെക്കാൻ പോണേ ഉള്ളൂ. അതെ അതെ. ശരി, അത് എവിടെയാണ് വെച്ചിരിക്കുന്നത്? അല്ലല്ല, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ എല്ലാം റെഡിയാണ്. അപ്പോൾ ഇനി ഒന്ന് സെറ്റ് ചെയ്താൽ ഫൈനൽ പ്ലേറ്റിംഗ്. അതെ അതെ. ഹായ്, എൻ്റെ പേര് സഹല ലാഷിൻ. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ഫിംഗർ. 3 സ്നാക്സാണ് പറഞ്ഞിട്ടുള്ളത്. ഫിഷ് ഫിംഗർ ആൻഡ് ഫിഷ് കേക്ക്, പിന്നെ എഗ് കബാബ്. അപ്പോൾ ഫിഷ് ഫിംഗറിന് വേണ്ടിയിട്ടുള്ള മാരിനേഷൻ പ്രോസസ്സാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് ക്രീം ഡോറി ഫിഷ് എടുത്തിട്ടുണ്ട്. അതിന് മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. ഞാനിത് ഓൾറെഡി കുറച്ച് ലെമൺ ജ്യൂസും സോൾട്ടും ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ചില്ലി പൗഡർ, പിഞ്ച് ഓഫ് ടർമറിക് പൗഡർ, 3/4 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, കുറച്ച് ക്യുമിൻ പൗഡർ, പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്, പെപ്പർ പൊടിച്ചത്, കുറച്ച് കസൂരി മെത്തി, ഒരു പിഞ്ച് ഇടുന്നുള്ളൂ, ഒന്ന് പൊടിച്ചിടുക. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. ഫിഷ് ആയതുകൊണ്ട് കുറച്ച് മതി. പാഴ്സ്ലി ഇത്ര മതി. ഇത് നന്നായി മാരിനേറ്റ് ചെയ്യണം. ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനി അതൊരു 15 മിനിറ്റ്സ് നമ്മൾ സെറ്റാവാൻ വെക്കണം. ഫിഷിൽ മസാല പിടിക്കാൻ വെക്കണം. എഗ്ഗ് കബാബാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം ഓയിലിൽ ഒണിയൻ സോട്ട് ചെയ്യണം. സ്ലൈസ് ചെയ്ത ഒണിയനാണ്. കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കുക. പെട്ടെന്നൊന്ന് സോട്ടായി കിട്ടും. ഫിഷ് കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് പൊട്ടാറ്റോ വേണം.
ബോയിൽ ചെയ്ത് വെച്ച പൊട്ടാറ്റോ ആണ്. കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യാം. ഇത് ഫിഷ് കേക്കിലേക്കാണ്, സ്പൈസി കേക്കാണ്. ട്യൂണ ഫിഷ് കൊണ്ടാണ് ഫിഷ് കേക്ക് ഉണ്ടാക്കുന്നത്. ഇത് ഈ പൊട്ടറ്റോയിലേക്ക് ഒഴിക്കുക. പൊട്ടറ്റോ നന്നായി സ്മാഷ് ചെയ്യണം. ലംസ് ഒന്നും പാടില്ല, നന്നായി സ്മാഷ് ചെയ്യണം. സ്മാഷ് ചെയ്ത പൊട്ടറ്റോയിലേക്ക് ട്യൂണ ഫിഷ് ചേർക്കുകയാണ്. ഞാനിവിടെ ടിൻഡ് ട്യൂണ ഫിഷാണ് മേടിച്ചിരിക്കുന്നത്. പൊട്ടറ്റോനേക്കാളും കൂടുതലായിരിക്കണം ഫിഷ്. ഇതിലേക്ക് കുറച്ച് പാഴ്സ്ലി, കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, പെപ്പർ പൗഡർ, കുറച്ച് കസൂരി മെത്തി, ഒരു പേരിന് മാത്രമേ ഇടുന്നുള്ളൂ, ജസ്റ്റ് ഒരു പിഞ്ച്, ആവശ്യത്തിന് സോൾട്ട്. നന്നായി മിക്സ് ചെയ്യണം. ഫിഷ് വല്ലാതെ പൊടിഞ്ഞ് പോവണ്ട. ഒന്ന് പരത്തിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിക്കണം. ഇതിലേക്ക് കുറച്ച് ഗ്രീൻ ചില്ലി, എഗ് കബാബിലേക്ക് പൊട്ടറ്റോ ആഡ് ചെയ്യണം. അപ്പോൾ അത് നന്നായി ബോയിൽ ചെയ്താണ് സ്മാഷ് ചെയ്ത് വയ്ക്കുക. കുറച്ച് ടർമറിക് പൗഡർ, കുറച്ച് ഗരം മസാല പൗഡർ, കുറച്ച് പെപ്പർ പൗഡർ, ക്യുമിൻ സീഡ് പൗഡർ, ജീരകത്തിൻ്റെ പൊടി. ഇതിലേക്ക് സ്മാഷ് ചെയ്ത് വെച്ച പൊട്ടാറ്റോ മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് ഇടുക. കുറച്ച് മസാല മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് കൂടുതലുള്ള മസാലയാണ്. നമുക്ക് പൊട്ടറ്റോയ്ക്ക് ആവശ്യത്തിന് മസാല മതി. കുറച്ച് നേരം ഒന്ന് നന്നായി സോട്ട് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ആറാൻ വയ്ക്കണം. ഡിപ്പ് ചെയ്യാൻ വേണ്ട എഗ്ഗ് ബീറ്റ് ചെയ്ത് വെക്കാം. നന്നായി ബീറ്റ് ചെയ്ത് വെക്കാം. ഹലോ ഹായ്. സഹല, എന്തൊക്കെയായി കാര്യങ്ങൾ? ഇതിപ്പം എഗ്ഗ് കബാബാണ്. എഗ് കബാബ്, പിന്നെ ഫിഷ് കേക്ക് ഉണ്ട്. എഗ് കബാബിന്റെ കവറിങ് പൊട്ടറ്റോ ഒക്കെയാണോ? അതെ, പൊട്ടറ്റോ ഓണിയനൊക്കെ ഇട്ടിട്ടാണ്. ഉള്ളിൽ പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് എഗ് കബാബും ഫിഷ് കേക്ക്. അതാണ് പറഞ്ഞത്, ഫിഷിന്റെ ഐറ്റംസ് മതി എന്ന് പറഞ്ഞു എന്നൊക്കെ ഒരു സംശയം. അങ്ങനെ കേട്ടതിലൊരു വ്യത്യാസം. അപ്പോൾ 3 ഫിഷ് ആക്കേണ്ട വെച്ചിട്ട് ഇപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയത്. ഓക്കെ, അപ്പോൾ ഫിഷ് പിന്നെ കേക്ക്, പിന്നെ മൂന്നാമത്തെ ഐറ്റം പിന്നെ ഫിഷ് ഫിംഗറാണ്. ഫിഷ് ഫിംഗർ, അതെ, അത് മാരിനേഷൻ വെച്ചിട്ടുണ്ട്. ഓഹോ, ശരി. ഫിഷ് ഫിംഗർ കുറച്ച് സിമ്പിൾ ലെവലിലാണ് പോകുന്നത് അല്ലേ? ഫിഷ് ഫിംഗർ ഒക്കെ ഒരു മിഡിൽ ഈസ്റ്റ് സ്പെഷ്യാലിറ്റി ആണോ? അതെ, കോണ്ടിയാണ്. എന്താണ് അങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഇങ്ങനെ കിട്ടിയതാണ് ഫിഷ് കൊണ്ട് സ്നാക്സ് എന്ന് പറഞ്ഞപ്പോഴേ പെട്ടെന്ന് ഒന്നും നോണാണെന്ന് അറിയണമെങ്കിലോ ഒക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ കേട്ടത് ഫിഷ് എന്നായിരുന്നു. ഓക്കെ, അപ്പം സ്നാക്സ് വളരെ കുറവാണ് ആക്ച്വലി ഫിഷ് കൊണ്ട്. അതെ, അതൊരു അബദ്ധം പറ്റിയതാണെന്ന് അറിയുന്നത്. മെയിൻ സ്പോൺസർ ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ അല്ലെങ്കിൽ ഫ്രണ്ട് തന്നെ ഉണ്ട്. എങ്ങനെയുണ്ട്? കിച്ചണൊക്കെ കംഫർട്ടബിൾ ആണല്ലോ അല്ലേ? ഓൾ പ്രോഡക്ട്സ്, ഫെൽട്രോണിൻ്റെ എല്ലാ പ്രോഡക്ട്സും നല്ലതല്ലേ? നിങ്ങളുടെ മിക്സ് ചെയ്യുന്നു ഓവനിലൊന്നുമില്ല, ബേക്ക് ചെയ്യുന്നില്ല, ഇതെല്ലാം ഫ്രൈ ചെയ്ത്. അപ്പോൾ ഹെൽത്തി കുക്കിങ്ങിലേക്ക് പോകുന്നില്ല, കുറച്ച് Snacks ട്രഡീഷണൽ അല്ലേ? ആയിക്കോട്ടെ. നാട്ടിലെവിടെയാ സ്ഥലം? നാട്ടിൽ തൃശ്ശൂർ. തൃശ്ശൂരുകാരാണ് ഇവിടെ കൂടുതൽ. ചാവക്കാട്, തൃശ്ശൂർ, ഗുരുവായൂർ. അതെ, എൻ്റെ വീട് ആ ഭാഗമാണ്. ഹസ്ബൻഡിൻ്റെ വീട് പ്രോപ്പർ തൃശ്ശൂരാണ്. എത്ര നാളായി ഇവിടെ വന്നിട്ട്? ഇവിടെ 6 years ആയി. എഗ്ഗ് കബാബിനുള്ള നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ച മസാലയിൽ എഗ്ഗ് വെക്കുക. എന്നിട്ട് അത് നന്നായി കോട്ട് ചെയ്യാം, കവർ ചെയ്യണം. പൊട്ടറ്റോ കുറച്ച് കുറഞ്ഞു പോയി ആക്ച്വലി. എഗ്ഗിൽ ഡിപ്പ് ചെയ്യുക, ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇത് എഗ്ഗ് ഓൾറെഡി ബോയിൽ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഒരു എഗ്ഗ് 4 പീസ് ആക്കിയിട്ട് അങ്ങനെ എല്ലാ എഗ്ഗും ഇതുപോലെ കവർ ചെയ്തെടുക്കുക. ഓക്കെ, ഇത് ബ്രെഡ് ക്രംസും കടലപ്പൊടിയും മിക്സ് ചെയ്തതാണ്. അത് രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്തതാണ്. ഫിഷ് കേക്ക് ആദ്യം എഗ്ഗിൽ ഡിപ്പ് ചെയ്യുക, കടലപ്പൊടി ബ്രെഡ് ക്രംസ് മിക്സ് ചെയ്തതിലേക്ക് എല്ലാതും
സെയിം പ്രോസസ്സ് ചെയ്യുക. ഫിഷ് സ്റ്റിക്സ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് സെയിം നേരത്തെ ചെയ്ത പോലെ കടലമാവും ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്തെടുക്കുക. എഗ്ഗിൽ ഡിപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ജസ്റ്റ് ഡയറക്റ്റ് നമുക്ക് ഇതിൽ ഡിപ്പ് ചെയ്യുന്ന അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം, എഗ്ഗ് ആണെങ്കിൽ അവോയ്ഡ് ചെയ്യാം. എല്ലാം ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ട ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. കബാബ് എണ്ണ ചൂടായിട്ടുണ്ട്, ആദ്യം കബാബ് ഫ്രൈ ചെയ്യാം. ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ, എല്ലാ സൈഡും ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആയി, നമുക്ക് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് ഫിഷ് കേക്കാണ്. ഒരു സൈഡ് ആയി തുടങ്ങി. നെക്സ്റ്റ് ഫിഷ് സ്റ്റിക്സ് ഇടുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാൽ മതി. ഫിഷാണ് പെട്ടെന്ന് വേവും, എന്നാലും ലോ ഫ്ലെയിമിൽ ഇടുന്നതാവും നല്ലത്. ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്യണം. മീൻ ടൈമിൽ നമുക്ക് ഒരു ഈ ഫിഷ് സ്റ്റിക്സിന് ഒരു സ്റ്റാർട്ടർ സോസ് ഉണ്ടാക്കാം. അതിന് മയോണൈസാണ് ആദ്യം യൂസ് ചെയ്യണത്. മയോണൈസ് സ്റ്റാർട്ടർ സോസാണ്. ചോപ്പ് ചെയ്ത് വെച്ച സബോള, കുറച്ച് പാഴ്സലി, കുറച്ച് സോൾട്ട്. പിക്കിൾഡ് കുക്കുംബറാണ്. ഗർക്കിങ്സ് ആണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്, എനിക്കത് കിട്ടിയില്ല. നന്നായി ചോപ്പ് ചെയ്യുക. കുറച്ച് ലെമൺ ജ്യൂസ്, കുറച്ച് പെപ്പർ. ഇത് നന്നായി മിക്സ് ചെയ്യുക. സഹലയും എല്ലാം കഴിഞ്ഞു അല്ലേ? കറക്റ്റ് ടൈമിങ്ങിന്. പ്ലേറ്റിംഗ് മാത്രമേ ഉള്ളൂ. പ്ലേറ്റിംഗ് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ 1.5 മണിക്കൂറിൽ തന്നെ ടൈം കീപ്പ് ചെയ്തു. ഒരു ടെൻഷൻ ബോളൊന്നും ഇല്ലാണ്ട്. പക്ഷെ എല്ലാം വളരെ സിമ്പിളായിട്ട് ഉള്ള ഐറ്റംസ് സെലക്ട് ചെയ്തു അല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ ബാക്കി ടേസ്റ്റിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നോക്കാം. യു ആർ ഹാപ്പി? സമയത്ത് തീർത്തു എന്നുള്ളത്. നമ്മുടെ എല്ലാ ഡിഷസും റെഡി ആയിട്ടുണ്ട്. ഇത് ഫിഷ് ഫിംഗർ, എഗ് കബാബ്, ഫിഷ് കേക്ക്. ആക്ച്വലി ഇത് എല്ലാം ഈസിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിലും നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് സ്നാക്സിൻ്റെ റൗണ്ട് തന്നെയാണ്. നമ്മളുടെ ഫസ്റ്റ് റൗണ്ട് ഓഫ് അറബിക് സ്നാക്സ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ സഫീനയുടെയും സഹലയുടെയും വ്യത്യസ്തമായ വിഭവങ്ങളാണ് നിങ്ങൾ ആസ്വദിച്ചത്. അപ്പോൾ പാചകകലയെ മഹത്തരമാക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നിങ്ങൾ കാണുന്നത്. സാധാരണ ഏതൊരു വീട്ടമ്മയും പോലെ ഇവർ രണ്ടുപേരും വ്യത്യസ്തമായ വിഭവങ്ങൾ തയ്യാറാക്കിക്കൊണ്ടേയിരിക്കുന്നു. സത്യത്തിൽ നമ്മൾക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മലയാളി വീട്ടമ്മമാർ മലയാളികളുടെ സ്പെഷ്യാലിറ്റി വിഭവങ്ങൾ മാത്രമല്ല, നമ്മളുടെ തനിനാടൻ വിഭവങ്ങൾ മാത്രമല്ല, പിന്നെന്താ മിഡിൽ ഈസ്റ്റിൻ്റെ വിഭവങ്ങൾ വരെ എത്ര അനായാസമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാഴ്ചകളാണ് നമ്മളുടെ അറബിക് കിച്ചൺ മാജിക്കിനെ വ്യത്യസ്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ എൻ്റെ മുന്നിലേക്ക് ഇപ്പോൾ സഫീനയുടെ വിഭവങ്ങളെല്ലാം എത്തിക്കഴിഞ്ഞു. ഇനി ഇന്ന് സ്വാദ് നോക്കണം. പിന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ സഫീന തന്നെ പറയും. സഫീന പ്ലീസ്. അപ്പോൾ നാട്ടിൽ മാഹിയിലാണെങ്കിലും ഇപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് നാളായി അല്ലേ?
ഇവിടുത്തെ ആളായി മാറി. സത്യത്തിൽ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ പണ്ട് സഫീനയുടെ വീട്ടിൽ വന്ന കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് റിക്കളക്ട് ചെയ്തു. ശരിയാണ്, എനിക്ക് നല്ല മുഖപരിചയം. ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ഞങ്ങൾ മാഹിയിൽ വന്നപ്പോൾ അന്ന് പോലും പാചകത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ഞങ്ങളെ റെഫർ ചെയ്തിട്ടാണ് ഞങ്ങൾ ആ വീട്ടിലേക്ക് വരുന്നത്. അന്ന് ഇറച്ചിപ്പത്തിരി അല്ലേ, ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കി അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അന്ന്. അപ്പോൾ ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കുറേ മിഡിൽ ഈസ്റ്റ് സ്നാക്സുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ സഫീനയുടെ സ്പെഷ്യൽ ഡിഷസ് എന്തൊക്കെയാണ് ഇന്ന് വന്നിരിക്കുന്നത്? ഇത് നോർമലായിട്ട് ഇവിടെ എപ്പോഴും കിട്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതാണ് ഒരു സ്വീറ്റ് മാക്രൂൺസ് അല്ലേ, അറബിക് ഫ്രൈഡ് മാക്രൂൺസ് ആൻഡ് ദിസ് ഈസ് സ്റ്റഫ്ഡ് സമൂസസ്. എല്ലാം ഒരു പെർഫെക്റ്റ് ലെവലിൽ കാഴ്ചയിൽ വന്നിട്ടുണ്ട്. എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും. ഉണ്ടാക്കിയതും വളരെ മെറ്റിക്കുലസ് ആയിട്ടായിരുന്നു. അപ്പോൾ പിന്നെ സ്വാദ് നോക്കാല്ലേ. ഒരു ഡിപ്പ് റെഡിയാണ്. ഇവിടെയുള്ള പല മത്സരാർത്ഥികളും ഈ കാര്യം ഉണ്ടാക്കി കഴിഞ്ഞു പലരും. അപ്പോൾ പക്ഷേ എല്ലാവരും ഒരുപോലെ തന്നെ ആവണമെന്നില്ലല്ലോ. ഇതിലിപ്പോൾ എന്തൊക്കെയായിരുന്നു? ഒലിവ് ഓയിൽ, തഹീന, ഒലിവ് ഓയിൽ, ഗാർലിക്, ലെമൺ, ലൈം ജ്യൂസ്. ചെറിയൊരു ബിറ്റർ ടേസ്റ്റ് വരുന്ന എന്താ കാര്യം? ഒരു ചെറിയ കയ്പ്പ് ഇതിന് സോസിലോ എന്താ കാര്യം? ബൈ ഇറ്റ് സെൽഫ് അത് ഒറ്റയ്ക്ക് കഴിച്ചപ്പോൾ അങ്ങനെ തോന്നുന്നു. ഇതിന് കുഴപ്പമില്ല കേട്ടോ. ഇത് ആൻഡ് മധുരം ഏറ്റവും അവസാനമാവല്ലേ. ഇതിൻ്റെ സ്റ്റഫിങ്ങിന് എന്തായിരുന്നു? ചിക്കനും പാസ്ലി. നല്ലതാ. ചിക്കൻ ആൻഡ് പാസ്ലി കോമ്പിനേഷൻസ്. ആൻഡ് ദ ലാസ്റ്റ് കത്തിയൊക്കെ വേണോ മുറിക്കാൻ? ഹാർഡാണോ? ഹാർഡല്ല, ഷുഗർ സിറപ്പിലൊന്ന് കോട്ട് ചെയ്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്, നല്ലതാ. എനിക്ക് ഒറ്റ അഭിപ്രായ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിനൊരു ശകലം ബിറ്റർ ടേസ്റ്റ്. അതർവൈസ് മൂന്ന് കാര്യങ്ങളും നന്നായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇപ്പോൾ എൻ്റെ മുന്നിൽ സഹലയുടെ വിഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതും വളരെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സഹലയെ വിളിക്കാം. സഹല പ്ലീസ്. സഹല കുറേ ഈ സിമ്പിൾ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന സ്നാക്സ് അല്ലേ ഉണ്ടാക്കി? ഫിഷ് കേക്ക്, റൈറ്റ്? എഗ് കബാബ്, ഫിഷ് ഫിംഗർ നമ്മൾ കണ്ടതാണല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ എങ്ങനെയാണ് സഹല ഇതെല്ലാം ചെയ്തതെന്ന് കണ്ടു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ സ്വാദം നോക്കാം. ഫിഷ് കേക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. സ്വീറ്റ് സോസ്. എന്ത് മീനായിരുന്നു? ട്യൂണ ഫിഷ് ആയിരുന്നു. ട്യൂണ അല്ലേ? എപ്പോഴും നമ്മൾ കട്ട്ലൈറ്റിനും എല്ലാം നല്ലതാണ് ട്യൂണ. ഫിഷ് അധികം ഇഷ്ടമില്ലാത്തവർക്കും അതാ ഫ്ലേവർ വലിയ അത്യാവശ്യം ഉറപ്പുള്ളൊരു മീൻ. അതെ. പിന്നെന്താ? ആൻഡ് എഗ്, പുഴുങ്ങിയ മുട്ടയും അല്ലേ, പൊട്ടറ്റോ സ്റ്റാർ. പൊട്ടറ്റോയുടെ മസാലയെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്പൈസി, അത്യാവശ്യം എരിവൊക്കെ ചേർത്ത് മുളക് എല്ലാം ആവശ്യത്തിന് നല്ലൊരു കൂട്ടാണത്. നൈസ്. ആൻഡ് ഫിഷ് ഫിംഗറിൻ്റെ സോസ്, സ്റ്റാർട്ടർ സോസ്. ഇത് ഏത് മീനായിരുന്നു? ഇത് ക്രീം വൈറ്റ് ഡോറി സോഫ്റ്റ്. ഒരു പെർഫെക്റ്റ്
ഷേപ്പ് വന്നിട്ടില്ല എന്നേ ഉള്ളൂ അല്ലേ? അതെ, ഫിഷ് ആയതുകൊണ്ട് ഉറപ്പ് കുറവായിരുന്നു. ഉള്ള കാര്യം വെച്ചിട്ട് യു ഹാവ് ഡൺ സംതിങ് നൈസ്. ഓക്കെ, എന്തായാലും സന്തോഷം. താങ്ക് യു. സഫീനയുടെയും സഹലയുടെയും വിഭവങ്ങളെല്ലാം സ്വാദ് നോക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? വളരെ വ്യത്യസ്തമായിരുന്നു അവരുടെ വിഭവങ്ങൾ അല്ലേ? അവർക്ക് അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ ഉപയോഗിച്ചു എന്ന് തന്നെയാണ് തോന്നുന്നത്. അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. എന്തായാലും മത്സരമാണ്, മത്സരത്തിൽ പലതരം വിഭവങ്ങൾ വരും, പലതരം ക്രൈറ്റീരിയാസ് നമ്മൾ നോക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റിൽ എത്താൻ സമയമായിട്ടില്ല, ഇനിയും കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ കാഴ്ചകളെല്ലാം നിങ്ങൾ ആസ്വദിക്കുക. നമ്മളുടെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരു ഫൈനലായിട്ട് നമ്മളുടെ ഒരു സെലക്ഷൻ പ്രോസസ്സ് ഉണ്ടാകും. എന്തായാലും ഇനിയും നാളെ പുതിയ 2 കണ്ടസ്റ്റൻസ് അവരുടെ സ്പെഷ്യാലിറ്റി വിഭവങ്ങളുമായിട്ട് ഈ ഒരു സ്നാക്ക് റൗണ്ടിൽ, മിഡിൽ ഈസ്റ്റ് സ്പെഷ്യാലിറ്റി സ്നാക്ക് റൗണ്ടിൽ വീണ്ടും വരും. അതുവരെ കാത്തിരിക്കുക. ഗുഡ് നൈറ്റ്.